Hello guys, welcome back to my channel. So in this video I'll be taking you guys along with me to Bangalore. എൻ്റെ ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോകുന്നതാണ്. പണ്ട് തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പം മമ്മിയാണ് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ. ആ പതിവൊക്കെ അങ്ങനെ തന്നെ പോയി. ഞാൻ ആക്ച്വലി ബസ്സിലാണ് പോയത്. നമ്മുടെ വീടിന് തൊട്ട് ഫ്രണ്ടിലുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ് നമുക്ക് ബോർഡിംഗ് പോയിൻ്റ് ഉണ്ടായിരുന്നത്. ഐ ഓൾവേസ് യൂഷ്വലി പ്രിഫർ ബസ്സസ് ഓവർ ട്രെയിൻ ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ ബസ്സിലാണ് പോയിട്ടുള്ളതും. പിന്നെ എനിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനും സ്ഥലങ്ങളൊക്കെ അറിയാനും ഞാനെപ്പോഴും ബസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. AC സ്ലീപ്പർ ബസ്സാണ്. പിന്നെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥയെന്ന് പറയുന്നത് പോലെ 3 hours ലേറ്റ് ആയിട്ടാണ് ബസ് മജസ്റ്റിക്കിൽ എത്തിയത്. ബാഗ് എടുക്കോ? ഹലോ, ഇതെൻ്റെ മമ്മിയുടെ കസിനാണ് ജിനു അച്ചാച്ചൻ ആൻഡ് ഫാമിലി. ഞാൻ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ക്വിക്ക് വിസിറ്റിന് വന്നതാണ് അവർ. പിന്നെ ജെഫിക്കുട്ടൻ വാസ് സോ ഹാപ്പി ടു സീ ഹിം ഓൺ ദ TV. അവൻ പറയുകയാണ്, ഫൈനലി ഐ എം ഓൺ ദ TV. എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് അവൻ സോ എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. എന്റെ കൊച്ചമ്മി ഇത് കാനഡയിൽ കൊണ്ടുവന്ന ലെഗോ സെറ്റാ. ഇത് പറഞ്ഞുകൊണ്ട് അതുകൂടെ ഈ 3-in-1 ഉണ്ട്, ഹാരി പോട്ടറും ക്രിയേറ്ററും. ഇനി നമ്മളിത് സെറ്റാക്കാൻ പോവാ. ഫസ്റ്റ് ഈ 4 പീസിന്റെ ഡംബിൾഡോർ ഫീനിക്സിനെ സെറ്റ് ചെയ്യാൻ പോവാണ്. ലെഗോയുടെ ഒരു ഡൈഹാർട്ട് ഫാനാണ് നമ്മുടെ ജെഫിക്കുട്ടൻ. ഡൈഹാർട്ട് ഫാൻ എന്നൊന്നും പറഞ്ഞാൽ ചെറുതായി പോവും. അതൊക്കെ മേലെ ഫുൾ ടൈം എത്ര ലെഗോ കൊടുത്താലും ഹി വിൽ ബി സോ എക്സൈറ്റഡ്, ഹി സോ ഇൻറ്റു ഇറ്റ്. അങ്ങനെ ഇരുന്നോളും, വേറെ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ ഭയങ്കര ഇൻവോൾവ് ആയിട്ടിരുന്നോളും. ഒരു ലോഡ് ഡസൻ കണക്കിന് ലെഗോ ഓൾറെഡി അവൻ്റെ റൂമിലുണ്ട്. ബട്ട് ഹീ ഈസ് സ്റ്റിൽ എക്സൈറ്റഡ് ടു ഗെറ്റ് എവറി ന്യൂ പാക്ക് ഓഫ് ഇറ്റ്. ആക്ച്വലി ജെഫിയുടെ ഈ ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അവന് ലെഗോ മേടിച്ച് കൊടുക്കുന്നത്. ബട്ട് ഹീ ഈസ് റിയലി എൻജോയിങ് ഇറ്റ്. ആൻഡ് മാത്രമല്ല, എനിക്ക് തോന്നി കുറച്ചൊക്കെ ഒരു സ്കിൽസ് വേണം അത് പെട്ടെന്ന് ചെയ്യാനായിട്ട്. സോ ഇൻ എ വേ ഇറ്റ്സ് This looks awesome. awesome. And I get this playable crayon sword Oh, that's nice. that I can use to slay him. What did you just make now? 4 keys. I made 4 keys. വരുന്നു എടാ. This is Maya's Reserve plum cake. It was a global trend last year, and they bought everything just for Christmas. It's very viral right now, and we want to cut it as a New Year cake. So let's cut it. ഇതിന്റെ ബോക്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നല്ല വുഡിന്റെ ബോക്സ് ഒക്കെയാണ്. അപ്പൊ എന്തായാലും ഇതിന് ശേഷം നാട്ടിൽ പോയപ്പോ മേടിച്ചോണ്ട് വന്നയാ. നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം. ഓപ്പൺ ചെയ്തോ. Cut. Now. എടാ അങ്ങനല്ലേ. All I have to do is eat that. You could have just cut this. Oh, Santa hat. I put this on the hat. I'm gonna read this. You are holding a Noel Reserve plum wrapped in warm joy of the spirit of heaven. In conclusion, this is just a wonderful cake that has been put in a wooden box and is very high in price. Okay. ഇത് ഓൾമോസ്റ്റ് ഒരു 3,000 rupees ഒക്കെ ആയ ഒരു കേക്കാണ്. വൈറലായതല്ലേ, നമുക്ക് ട്രൈ ചെയ്യാം. മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. ചിലവർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക്. That's because they're old people. It smells so good. Why does this just look like they just covered it with some weird... Let's cut it. Dun, 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 dun.
Oh God. Mac and cheese cake. ഇല്ല. Okay, 1, 2, 3. And we have 4 cups. Thank you. Thank you. Thank you. ഇപ്പം കഴിച്ച ഹെൽത്ത് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്? നല്ല പ്ലം ഉണ്ട്. പ്ലംസും Premium പ്ലം കേക്ക് നല്ല ടേസ്റ്റാണ്. വളരെ soft ആയിരുന്നു. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഓറിയോൺ മോളിലേക്ക് ഒന്ന് ഇറങ്ങി. But you are seeing only, you are not getting anything, okay? അവൻ ആക്ച്വലി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ എല്ലാം സാമ്പിൾ ഒരെണ്ണം അവൻ്റെ വീട്ടിലുണ്ടായതുകൊണ്ട് അവന് കൺഫ്യൂഷനായിരിക്കും, ഇതൊക്കെ ഇനിയും ഞാൻ മേടിക്കണോ ഇനിയും നോക്കണോ. ബട്ട് സ്റ്റിൽ ഹി ഈസ് വെരി ഇൻട്രസ്റ്റഡ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഓരോ ബോക്സും നോക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ പീസസും നമുക്ക് ലൈക്ക് ബോക്സസ് ആക്കി മേടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാനും പറ്റും. ഇവിടെ ഉണ്ട്. ആഹാ, എന്നിട്ടാണോ എനിക്ക് ഇവിടുത്തെ റേറ്റ് ഒക്കെ ഒന്ന് കാണും. ഗൈസ്, ബാത്ത് ആൻഡ് ബോഡി കാനഡയിൽ തന്നെയാണ് നല്ലത്. ഇവിടെ സോ പ്രൈസി. നമ്മൾ വെസ്റ്റ് സൈഡിൽ കയറി ഒന്ന് പരതിയിട്ട് വരാം. ജോയൽ, ഷോപ്പിംഗ് കഴിഞ്ഞോ? പണ്ട് തൊട്ടേ നമുക്ക് ഒരാവശ്യമില്ലാത്ത സാധനങ്ങളാണേലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ക്യൂട്ടായിട്ടൊക്കെ ഇരിക്കുന്ന കണ്ട ഒന്ന് കയറി നോക്കിയാലോ എന്നുള്ള തോന്നലുണ്ടാവുമല്ലോ. അതുതന്നെയാണ് ഈ കാണുന്നത്. ഒന്നും ആവശ്യമില്ല, പക്ഷേ എന്നാലും വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ എന്നുള്ളൊരു ചിന്താഗതിയിലാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. ഷെഫിക്കുട്ടൻ വന്നത് തന്നെ ലെഗോയ്ക്കും ഫുഡ് കഴിക്കാനും വേണ്ടി മാത്രമാണ്. ലെഗോ കിട്ടിയില്ല, അപ്പൊ പിന്നെ ഫുഡ് പിടിക്കാന്ന് വിചാരിച്ചു അല്ലേ. എന്തായാലും ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. പക്ഷേ എന്ത് ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നതുകൊണ്ടും 2-3 പ്രാവശ്യം അവിടെ ഫുഡ് കോർട്ടിൽ നിന്ന് കറങ്ങി ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യണമല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാറില്ല. എന്നാലും നമ്മൾ വീണ്ടും നോക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ 3 കൈൻഡ് ഓഫ് സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ജെഫിക്കുട്ടൻ എപ്പോഴും വരുന്നതുകൊണ്ട് അവൻ ഇൻ ആൻഡ് ഔട്ട് അറിയാം എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് മേടിക്കേണ്ടത് എന്നുള്ളത്. ഞങ്ങൾ ഫുഡ് തപ്പിയുള്ള യാത്രയിലാണ്. 3 പേർക്ക് 3 ഡിഫറെൻറ്റ് സാധനങ്ങൾ വേണ്ടത് കൊണ്ട് ഞങ്ങൾ ഒരു ഫൈനലൈസ് ചെയ്യാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് വല്ല പൊട്ടിത്തെറിച്ചതോ സിസ്ലറോ അതൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിൽ. ജെഫിക്കുട്ടിന് പിസ്സ വേണം. അമ്മാച്ചൻ വന്നല്ലോ ഫുഡുമായിട്ട്. സീസർ സാലഡ് ആൻഡ് സിസ്ലർ. It's done hot now. No, I'm waiting. But you ordered this one, right? I'm trying. I want to try this out. കഴിക്കുന്നില്ലേ? നമ്മുടെ ഹെൽത്തി കൂട്ടൻ ചിക്കൻ സീസർ സാലഡാണ് കഴിക്കുന്നത്. ജെഫിക്കുട്ട, ഹൗ ഈസ് ദ ഫുഡ്? എനിക്ക് കുറച്ച് മനസ്സ് ടേസ്റ്റ് ചെയ്യാം.
മോമോസിന്റെ ഫില്ലിങ്സ് എല്ലാം പല വഴിയിൽ പോയി. I'm not even talking. You can use your hand. വേണ്ട അരിക്കാവും. You're not in India. ഫില്ലിങ്സ് എല്ലാം മര്യാദക്ക് പറഞ്ഞ കൈയെടുത്ത് കഴിക്കാൻ. കൈ വെച്ച് ആദ്യമേ കഴിച്ചിരുന്നേ അത് കളയണ്ടായിരുന്നു. ചട്നി നല്ല സ്പൈസിയാണ്. What do you want, Jeffy? Good off. Eh? Cookies and cream? Okay, get it. Cream കിട്ടിയോ? കൊതിൻ്റെ ഓർമ്മ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എഡ്വിൻ അശേഷിന് കൊടുക്കാനുള്ള ടേക്ക് ഔട്ടും പിന്നെ ജെഫിക്കുട്ടിന് എന്തായാലും ഡിസേർട്ട് വേണം എന്ന് പറഞ്ഞ് ഡിസേർട്ട് മേടിച്ചു. കാര്യം ജെഫിക്കുട്ടിന് മേടിച്ചതാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടിയാണ് അത് കഴിച്ചത്, അത് പറയണമല്ലോ. അങ്ങനെ വയറ് നിറച്ച് ഫുഡും ഡിസേർട്ടും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാക്ക് ഓൺ ഫുൾ പവറായി. ജെഫിക്കുട്ടൻ ബാക്ക് ഓൺ എനർജിയായി. അവന് വീണ്ടും ലെഗോ സ്റ്റോറിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും ഓരോരോ ഷോപ്പിൽ കയറി ഇറങ്ങാൻ പോയി. അങ്ങനെ ഞങ്ങൾ നൈക്കിയിൽ ജസ്റ്റ് സത്യത്തിൽ ആക്ച്വലി ഞാൻ പോയത് ഒരു പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും എങ്ങനെയുണ്ടെന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയത് നൈക്കി ഇവിടെ എക്സ്പെൻസീവ് ആണെന്നും പുറത്തൊക്കെ ഉള്ളിടത്ത് കുറച്ച് ചീപ്പാണ് കമ്പാരിറ്റീവ്ലി എന്നാണ് തോന്നിയത്. പിന്നെ ഞങ്ങൾ പോയത് സെഫോറയിലായിരുന്നു. ജെഫിക്കുട്ടൻ ഞാൻ കാനഡയിലുള്ള സമയത്ത് എന്നോട് പറയുമായിരുന്നു, കൊച്ചുമ്മി വെൻ യു കം ഐ വിൽ ടേക്ക് യു ടു സെഫോറ എന്ന്. അപ്പം ഞാനിങ്ങനെ ഇവൻ സെഫോറ എങ്ങനെ അറിയാം, അവിടെ ഉള്ളി ലേഡീസ് സ്റ്റഫ്സ് മാത്രമല്ല ഉള്ളൂ, ഇവൻ എന്നാലും എങ്ങനെയാണ് സെഫോറ എന്നൊക്കെ പറഞ്ഞത് ഞാൻ ആശ്ചര്യപ്പെട്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ ഇവിടെ വന്ന് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം എനിക്കൊരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്യണം എന്ന് തോന്നി. പോവാനായിട്ട് റെഡിയായി നിന്ന ഒരു സ്റ്റാഫായിരുന്നു. അവരെ തിരിച്ചു വിളിച്ച് വീണ്ടും ഒരു ഫൗണ്ടേഷനൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല വെൽക്കമിങ് ആയിരുന്നു. ഞങ്ങൾ ഈ ഓറിയൻ മോളിൽ വന്നിട്ട് മേ ബി മോർ ദാൻ ഒരു 15 സ്റ്റോഴ്സിൽ പോയിട്ട് ഒരു ഷോപ്പിൽ പോലും ആരും വെൽക്കം ടു അവർ സ്റ്റോർ എന്നൊന്നും പറഞ്ഞില്ല. ഇവർ മാത്രമാണ് പറഞ്ഞത് ഹായ് മാം വെൽക്കം ടു സെഫോറ എന്നൊക്കെ. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവിടെ ആരും വരുന്നില്ല, കയറുന്നില്ല. ആക്ച്വലി ഞാൻ ആ ഉണ്ടായിരുന്ന സമയത്ത് വേറൊരു കസ്റ്റമർ പോലും ഉണ്ടായിരുന്നില്ല അവിടെ ഒന്നും. ജസ്റ്റ് അവരുടെ സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കായിട്ട് തന്ന ഫൗണ്ടേഷൻ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവർ ഭയങ്കര ധൃതിയിലായിരുന്നു. 10 മണിയായി, പോണം എന്നൊക്കെ പറഞ്ഞ് ധൃതി കാരണം എനിക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല ആക്ച്വലി. സോ സാഡ്. അങ്ങനെ ഞങ്ങൾ ഓറിയോൺ മോളിലെ കറക്കമൊക്കെ കഴിഞ്ഞ് രാത്രി ഇപ്പം 10 മണിയായി അല്ലേ ജെഫിക്കുട്ട? എനിക്ക് പോകണമെന്നൊന്നും ഇല്ലായിരുന്നു, ജെഫിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം ചാച്ചാ ബൈ. ഹായ് ഗായ്സ്, ഇതാണ് ചേച്ചിയുടെ ബാംഗ്ലൂരിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്നു വരികയാണ്. ജെഫിക്കുട്ടൻ കാറിൽ സ്ലീപ്പായി പോയി. തണുക്കുന്നോ ജെഫി? Is it always cold here? രാത്രിയിൽ ഭയങ്കര തണുപ്പാന്നാ ജെഫി പറയുന്നത്. ആണോ? രാത്രി ഒന്നുകൂടി പറ. ഒന്നുകൂടി രണ്ട് പറ. പോടാ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്. പാർട്ട് 2 ഇൻ ബാംഗ്ലൂരുമായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. സോ ബൈ ബൈ അൻറ്റിൽ നെക്സ്റ്റ് ടൈം.